മിനാർ 14 രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷേജ. ഹായ് ഷേജ. ഹായ്. ഇന്ന് തേർഡ് പെർഫോമൻസ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ആരാരും മനസ്സിൽ ഫോക്സ് ചെയ്യാത്ത പാടി. ഓക്കെ. മുരളിയേട്ടാ ആരെഴുതിയ പാട്ടാ? DK കുട്ടിയാലി. നന്നായി പാടും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പാട്ട് കേട്ടിട്ട് പറയാം ബാക്കി അല്ലേ? പാട്ട് കേൾക്കുന്നതിന് മുമ്പേ പറയുന്നില്ല, പാട്ട് കേട്ടിട്ട് പറയാം. ഓക്കെ, നന്നായി പാടും. താങ്ക് യു മുരളിയേട്ടാ. ഷേജ, അപ്പം നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം മാക്സിമം നല്ലതായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ബെസ്റ്റ്. താങ്ക് യു. മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതാ
ഷെഹജ, Yeah. ആദ്യം തന്നെ കൊട്ടുകൈ മോളെ. വല്ലാത്തൊരു അറ്റംപ്റ്റ് തന്നെ. നമ്മുടെ 14 രാവിലെ ധീര വനിതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ തമിഴ് മാപ്പിളപ്പാട്ട് പാടി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു പോയി. യൂഷ്വലി നമ്മളിവിടെ കാണാത്തൊരു ടൈപ്പ് പാട്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹിബ ആൻഡ് ആര്യ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പെർഫോമൻസ്. എന്തായാലും നമുക്ക് കമൻസ് അറിയാം. മുരളിയേട്ടാ, എന്താണ് ഇപ്പം ഇതിനെ പറ്റി പറയേണ്ടത്? ഇതാണ് മാപ്പിളപ്പാട്ട് അല്ലേ ഫൈസൽ മാഷേ? അല്ലേ? ആ സ്റ്റൈല് ഇതാണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട പാട്ടിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു ധാര എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരു ടൈപ്പാണ്. പക്ഷേ ഈ അവസരങ്ങൾ പാടിയിട്ട് ആ അവസരം മറ്റൊരെ കൊണ്ടും കൂടി ആവർത്തിച്ച് പാടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാതെ കഷ്ടം കേട്ടോ. അങ്ങനെയാണുള്ളത്. ഞാൻ തമാശ പറഞ്ഞ അതങ്ങനെയാണെന്ന് എനിക്കറിയാലോ. ഇവിടെ ഇപ്പം രഹനയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താ അറിയാം, ഞാൻ പഠിച്ച സ്വരങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ തെറ്റിപ്പോയോ? അവിടെ ഫൈസലും അതുപോലെ ജോയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് വായിച്ചു നോക്കുമ്പോൾ അത് അവിടെ ഇവിടെ ഒന്നും കൊള്ളുന്നില്ല അല്ലേ? സാനിത പരീസ സരിഗമ പദനീസ എന്ന് പറയുമ്പോൾ അപ്പം ഇങ്ങനെ ആലോചിച്ച് പോയത്. ഏതായാലും അത് പഴയ ആളുകൾ അതൊക്കെ ആ സ്വരങ്ങൾ അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് താളങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചില ചൊല്ലുകൾ അവിടെ ചേർത്തു. സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷം ചേർക്കാൻ വേണ്ടിയിട്ട് ചില സ്വരങ്ങൾ ചേർത്തു. ആ സ്വരസ്ഥാനമല്ല അവിടെ പ്രശ്നം. സരിഗമപദനിസ സാനിതപമകരിസ പിന്നെ രി ആ ഗഗ ആ മമ്മ എന്നൊക്കെ എല്ലാം ഒരേ സ്ഥലത്താണ് പറയുന്നത്. അതവിടെ പ്രശ്നമല്ല. പക്ഷെ അസ്ലായി പാടിയിട്ടോ, അസ്ലായി പാടി ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കളഞ്ഞു, ഇതിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കി. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഈ അമിതമായ എന്നല്ല, നമ്മുടെ ആ മേളക്കൊഴുപ്പിൽ താളത്തിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ ഒരു പാട്ടിൻ്റെ അനായാസതയും ഒക്കെ കൊണ്ട് ആ എൻഡ് മാത്രം ചിലപ്പോൾ ഒന്ന് മിക്സായി പോകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മാത്രം ആ വോയിസിൻ്റെ ഒരു നല്ല വളരെ സ്റ്റഡി ആയിട്ടുള്ള വോയിസ് ഒക്കെ നല്ലതാണ്. പക്ഷേ എൻഡിൽ നമ്മൾ ഫിനിഷിങ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൂടി ശ്രദ്ധിച്ചാൽ പേരെന്തേരെന്ന് പറഞ്ഞു പോയി. ഷഹജയ്ക്ക് അസലായി പാടാം. കാരണം ഈ ഒരു ടൈപ്പ് പാടാൻ ഇപ്പോൾ പണ്ടത്തെ നൂർജഹാനൊക്കെ പാടുന്ന പാട്ടുകളെ ഞാൻ ഓർത്തുപോയത് ശരിക്കും അല്ലേ? ഈ ഒരു ആ ഊർജ്ജം ഉണ്ടല്ലോ, പാട്ടിനുള്ളൊരു ഊർജ്ജം, അത് നമ്മൾ സൂക്ഷിക്കണം. അത് തളർന്നു പോവാതെ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു മുരളിയേട്ടാ. ഷഹജ, ഞാൻ ചോദിക്കാൻ വിട്ടു, ഇൻ ബിറ്റ്വീൻ ഒരു അനുപല്ലവിയിലാന്ന് തോന്നുന്നു, ചരണത്തെത്തിയപ്പം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു, അങ്ങനെ ഒരു ആക്ഷൻ കണ്ട, എന്താ സംഭവം? അതെന്താ സംഭവിച്ചാൽ സരിഗമ പദനിസ് മാഷ് പറഞ്ഞ മാതിരി തന്നെ സരിഗമ പദനിസ് സന്നിധപ്പമാരിസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ജഡ്ജ്മെൻ്റ് ഒക്കെ ഇങ്ങനെ കൈകൊട്ടുന്നൊക്കെ ഇനി കളിയാക്കാണോ അറിയില്ലല്ലോ. എനിവേസ്, ഐ thoroughly enjoyed. നല്ല രസമായിരുന്നു ഷഹജ നിന്ന് പാടുമ്പോൾ. എന്തായാലും നമുക്ക് രസിച്ചോ നോക്കാം. ഷാന്ത്, അത് രസിച്ചിട്ട് തന്നെ കൈമുട്ടിയതാ. താങ്ക് യു സർ. അതിനിടയ്ക്ക് എവിടെ ഒന്നുള്ള ആയിപ്പോയി അല്ലേ? കുഴപ്പമില്ല, ആർക്കും മനസ്സിലായില്ല. കലക്കി ഷഹജ. ഷഹജയുടെ ബെസ്റ്റ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അത് ഇത് എത്ര ദിവസം എടുത്ത് ഇങ്ങനെ പഠിക്കാൻ? അത് ഇമ്പോസിഷൻ എഴുതിയിട്ടാണ് ഞാൻ പഠിച്ചത്. സത്യം. അതിനെക്കുറിച്ച് മാഷ് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇമ്പോസിഷനൊക്കെ മൂപ്പറ ഡിപ്പാർട്ട്മെന്റാണ്, എൻ്റെ അല്ല. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ അവസാനം കൈയടിച്ചു. ഞാനത് അത്രയും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ എല്ലാവരും കൈയടിച്ചു. അത് എല്ലാവരും അത്രയും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഷഹജയുടെ ബെസ്റ്റ് പെർഫോമൻസ് ടിൽ ഡേറ്റ്. അടിപൊളി. താങ്ക് യു ഷാന്ത്. രേണത്ത? ഷഹജ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഷഹജ ആ ഒരു എന്താ പറയുക, നേരത്തെ ഇങ്ങനത്തെ അല്ലേ, ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സോങ് തന്നെയാണ് എടുത്തത് അല്ലേ? അപ്പം ശരിക്കൊരു എന്താ പറയുക, അതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സോങ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാടാറുണ്ട് തോന്നുന്നു. ഇത്ര ബുദ്ധിമുട്ടുള്ളൊന്നും പാടില്ല. ഇത്ര ബുദ്ധിമുട്ട് ഇപ്പൊ ഈ ഒരു സോങ്, എന്നാലും ഈ ഒരു ടൈപ്പ് എനിക്ക് റംലത്താടൊക്കെ പാടലില്ലേ? അപ്പൊ ആ ഒരു പ്രാക്ടീസ് വെച്ചിട്ട് എനിക്ക് ആ ഒരു നമ്മൾ പറയില്ലേ, നമുക്കനുസരിച്ചുള്ളൊരു സോങ്ങിനെ നമ്മൾ എടുത്തു പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു സോങ് കൂടി കേട്ടപ്പം. നേരത്തെ ഇതേ ടൈപ്പായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇവിടെ ഷാനൊക്കെ ഭയങ്കര
ഭയങ്കര ഇതിലായിട്ടാണ് അത് കയ്യിലൊക്കെ വെച്ച് എഡിറ്റൊക്കെ നിന്ന് കൈയടിച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഷാൻ സാർ ഇങ്ങോട്ട് വരുമെന്നൊക്കെ. ആ പറഞ്ഞായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. എനിക്കിവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, അത് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ ലൈവായിരുന്നെങ്കിൽ വന്നിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? ശരിക്കും എന്താണെന്നറിയോ, ഇപ്പം നമുക്ക് ചില പെർഫോമൻസ് കാണുമ്പോൾ ഇതുപോലെ നമ്മളെ തന്നെ മറന്നിട്ട് ഉള്ള ഒരു, എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്തായാലും അടിപൊളി. സോറി. അല്ല, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഷാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നങ്ങ് പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്തായാലും എനിക്ക് ഷാജയോട് ഇപ്പം ഈ പാട്ടായാലും നേരത്തെ പാടിയാലും എനിക്ക് പറയാനുള്ളത് നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഷാജ കേട്ടോ. സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ല, ഇനിയിപ്പോൾ സംഗതികളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ മുരളിയേട്ടൻ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു റണത്ത. ഫൈസൽ മാഷെ, ഇത് വളരെ പഴയൊരു പാട്ടാണ്, MP ഫൗസിയ പാടിയായിരുന്നു. അത് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് അസീസ്ക ഒരു പാടിയത്. അപ്പം അതിൻ്റെ ഒരു ട്രാക്ക് തന്നെ അവിടെ വായിച്ചതൊക്കെ തന്നെ. പിന്നെ ഷഹജ എന്തും ചെയ്യും എനിക്ക് മനസ്സിലായി ഇങ്ങനെ പാടിയപ്പോൾ. ഒരു കാര്യം തോന്നിയത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേയൊക്കെ വരി ഇങ്ങനെ നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിലില്ലാത്ത വരി പാടിയാലും നമുക്ക് അതൊന്നും പറ്റില്ലത്. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും അവൾ പറയുന്നുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല, അത്ര സ്പീഡാണ് ഈ പാട്ട്. ഏതായാലും മോളെ ഈ ഒരു എഫേർട്ട് ഇത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. ഇനിയിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഷഹജ സ്റ്റേജിൽ സ്ഥിരമായിട്ട് പാടുന്നതാണ്, എല്ലാ സ്റ്റേജിലും ഇത് നമ്മൾ സഹിക്കേണ്ടി വരും. ഷഹജ പാടിയിട്ട് തന്നെ, കാരണം എല്ലാ സ്റ്റേജിലും പാടുന്ന കുട്ടിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്രയും ആളുകൾ ഇത് സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതൊരു കാര്യമാണ്. ഇത് ഇമ്പോസിഷൻ ഇത് പരിചയമുണ്ട് അല്ലേ? ഇല്ല, അങ്ങനെയല്ല. എന്നാലും അനിയത്തി ഇങ്ങനെ പറഞ്ഞു, അത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെ, അല്ലാണ്ട് സ്വന്തം അനുഭവമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ ഏതായാലും അത് എഴുതി പഠിക്കാൻ നല്ലതാണ്, കാരണം നമ്മുടെ മനസ്സിൽ ഉറക്കാൻ അത് ശരിക്കും നല്ലതാണ്. ഏതായാലും മോളെ, ഞാൻ പറയില്ല, ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ പാടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ സെലക്ട് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ വിജയം തന്നെയാണ്. ഇപ്പം മുരളിയേട്ടൻ പറഞ്ഞ പോലെ അതൊരു മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഈണം, അതാണ് ഇതിലേറ്റവും ഇപ്പോൾ ഇതേപോലെ വേറൊരു പാട്ട് വേറൊരു ട്യൂൺ ചെയ്തുകൊണ്ട് പാടുകൊണ്ട് കാര്യമല്ല, ഈ ഒരു ഈണമാണ് മോളെ രക്ഷപ്പെടുത്തിയത്. ഓക്കെ മോളെ, താങ്ക് യു ഫൈസൽ മാഷെ. ഷഹജ, ഗ്രേറ്റ് കമൻസ്, സോ ഹാപ്പി ഫോർ യു. കാരണം ഫസ്റ്റ് സ്റ്റേജിനേക്കാൾ എത്രയോ ബെറ്ററായി. കഴിഞ്ഞ പെർഫോമൻസ് ആണെങ്കിലും എടുത്ത് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാളും നന്നായി എന്ന് പറഞ്ഞു എല്ലാവരും. നമുക്കിനി മാർക്സ് അറിയാം. ഓക്കെ, റേണത്ത 26. 26 on 30. ഷാൻ സർ? നന്നായിട്ട് പാടി, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. 27. 27 on 30. ഫൈസൽ മാഷെ? 26.5. 26.5 on 30. ഇനി ഔട്ട് ഓഫ് 10 മുരളിയേട്ടാ? ഞാനൊട്ടും കുറയ്ക്കില്ല, 8. 8 on 10. ഷഹജ, കൺഗ്രാറ്റുലേഷൻസ്. 87.5 on 100. ബോധം കിട്ടുമോ? പിടിക്കണോ? ഓക്കെ ഷഹജ, എന്തായാലും നല്ല മാർക്സ് ഒക്കെ വാങ്ങിച്ചു. എന്തായാലും നമുക്ക് ഇനി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.